ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 27. ഈ ദിവസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അവണ്ണം തന്നെ ദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യാപുസ്തകം 23-ാമത്തെ അധ്യായമാണ്. ഈ 23-ാമത്തെ അധ്യായം ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നൊരു അധ്യായമാണ്. അതിലെ ഒരു വാക്യം പ്രധാനമായിട്ട് വായിക്കട്ടെ. അതിൻ്റെ 14-ാമത്തെ വാക്യം, 23-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ, മലരാകട്ടെ, കതിരാകട്ടെ തിന്നരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുള്ള ചട്ടമായിരിക്കണം. എന്താ ചട്ടം? നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കുന്നത് വരെ നിങ്ങൾ ഒന്നും കഴിക്കരുത്. അതായത് ഇസ്രായേൽ മക്കളെ ദേശത്ത് വന്നിട്ട് അവർ കൃഷി ചെയ്യും. ഗോതമ്പൊക്കെ വിളഞ്ഞ് കിടക്കും, ചോളം വിളഞ്ഞ് കിടക്കും, മുന്തിരിവള്ളി അനുഭവം തരും, അതുപോലെ ഒലിവ് മരത്തിൽ നിറയെ കായുണ്ടാകും. അപ്പോൾ അതൊക്കെ ഫലം അവരെ എടുത്തിട്ട് ഒരു മുന്തിരിങ്ങ വായിലിട്ട് രുചി നോക്കണമെങ്കിൽ അതിനു മുമ്പ് തലപ്പഴം, അതിലേറ്റവും നല്ല പോലെ ആദ്യ ഫലമായിട്ടുള്ളത് കൊണ്ട് ദൈവസന്നിധി കൊടുക്കണം. അതിനുശേഷം വേണം. അങ്ങനെയാണ്, അത് വേണം. ഏതും അങ്ങനെ ദൈവത്തിന് നൽകിയ ശേഷം മാത്രമേ ഇസ്രായേൽ ജനത്തിന് തങ്ങളുടെ നിലത്തിലെ അനുഭവങ്ങൾ ഭക്ഷിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യഫലം ദൈവത്തിനുള്ളതാണ്. ദൈവം നൽകുന്ന നന്മകൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ ഉള്ളത്. പ്രിയമുള്ളവരെ, അതിൽ നിന്നും ദൈവത്തിനൊരു ഓഹരി നൽകുന്നത് ദൈവത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല. ദൈവത്തിന് നമ്മുടെ ആഹാരം വേണ്ട, ദൈവത്തിന് നമ്മുടെ പണം വേണ്ട, ദൈവത്തിന് നമ്മുടെ ആടുമാടുകളെ വേണ്ട. ദൈവം മൃഗങ്ങളുടെ രക്തം കുടിക്കുന്നില്ല, ദൈവം ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ദൈവത്തിന് നൽകുന്നത്? അത് ദൈവരാജ്യത്തിനാണ്, ദൈവത്തിനാണ് ഒന്നാമത്തെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നൽകേണ്ടത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കഴിഞ്ഞാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ദൈവം നമുക്ക് തരുന്ന വിളകളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയണ്ടേ? ദൈവത്തിന് നന്ദി പറയണം. ഡെഫിനറ്റ്ലി വി മസ്റ്റ് സേ താങ്ക്സ് ലോർഡ് എന്ന് പറയണം. ആ നന്ദി പറയുന്നതിന് ആദ്യഫലം കൊണ്ട് കൊടുക്കുക എന്ന് പറയും. ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുവാൻ നാം പഠിക്കണമെന്നുള്ളതാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്മേലുള്ള സർവാധികാരം നാം അംഗീകരിക്കണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്ഥാനം നൽകിയതിന് ശേഷം മാത്രം നമ്മുടെ കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക. അതാണല്ലോ കർത്താവ് ഗിരിപ്രഭാഷണത്തിലും പറഞ്ഞത്: മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതോടുകൂടെ മുൻപേ ദൈവരാജ്യവും നീതിയും മുൻപേ ദൈവത്തിന് കൊടുക്കുക. ആദ്യഫലം ദൈവത്തിനുള്ളത്, നമ്മുടെ മൃഗങ്ങളുടെ കടിഞ്ഞുള്ള ദൈവത്തിനുള്ളത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പരീക്ഷന്മാർ വന്ന് കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമല്ലയോ എന്ന്. അത് കരം കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും ആയിരുന്നില്ല. കർത്താവിനെ പരീക്ഷിക്കുകയായിരുന്നു. കർത്താവ് ഒരു നാണയം കാണിക്കാൻ പറഞ്ഞു. നാണയം കാണിച്ചു. എന്ന് ചോദിച്ചു, ഇതാരുടെ സ്വരൂപമാണെന്ന് ചോദിച്ചു. ഈ മേലെടുത്ത് ആരുടെയാണെന്ന് ചോദിച്ചു. കൈസറുടെയാണെന്ന് പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞു. പഴയ നിയമം മുഴുവൻ വായിച്ചാൽ നമുക്കറിയാം, പണമല്ല ദൈവം സ്വീകരിച്ചത്, സാധനങ്ങളാണ് സ്വീകരിച്ചത്. വീണ്ടെടുപ്പ് വിലയായി അരശേക്കൽ സ്വീകരിക്കുന്ന ഒഴികെ പണമായിട്ട് ദൈവം ഒന്നും കൊടുക്കാൻ പറഞ്ഞില്ല. ദൈവം പറഞ്ഞ എല്ലാറ്റിനും, നിങ്ങളുടെ ആടുമാളുകളെ, അടിഞ്ഞൂലുകളെ കൊടുക്കുക, നിലത്തിലെ കൊയ്ത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആദ്യഫലം കൊടുക്കുക, അങ്ങനെയാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ദൈവം പറയുന്നത് എന്താണ്? കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, കൈസർക്കുള്ളത് ദൈവത്തിന് കൊടുക്കണ്ട, ദൈവത്തിനുള്ളത് കൈസർക്ക് കൊടുക്കാനും പാടില്ല. അങ്ങനെ നാം ചെയ്യണം. അപ്പോൾ ജീവിതത്തിൽ ദൈവമാണ് നമുക്ക് സകല അനുഗ്രഹങ്ങളും തരുന്നത്. നമുക്കുള്ള എല്ലാ ഭൗതികവും ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നാം പഠിക്കണം. കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കണം. അതെ, കൈസറെ മോഷ്ടിച്ച് ദൈവത്തിന് കൊടുക്കരുത്, ദൈവത്തെ മോഷ്ടിച്ച് കൈസർക്കും കൊടുക്കരുത്. ചില ആളുകൾ അങ്ങനെ ചെയ്യും. പത്രോസിനെ മോഷ്ടിച്ച് പൗലോസിന് കൊടുക്കും, പൗലോസിനെ മോഷ്ടിച്ച് പത്രോസിന് കൊടുക്കും. അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവത്തെ മോഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിനുള്ളത് നാം ദൈവത്തിന് തന്നെ കൊടുക്കണം. ആദ്യഫലം ദൈവത്തിനുള്ളതാണ്, മറ്റാർക്കും കൊടുക്കുവാൻ പാടില്ല. ദൈവത്തിന് നൽകുന്നത് കൊണ്ട് ജീവിതത്തിൽ കുറവുകൾ വരുമെന്ന് ഭയപ്പെടുന്നവരുണ്ട്. അതൊക്കെ നല്ലതങ്ങ് ദൈവത്തിന് കൊടുത്താൽ പിന്നെ അങ്ങനെ തന്നെയാണ്. നല്ല ദൈവത്തിന് കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളത് നമുക്കുള്ളതാണ്. ആ നമുക്കുള്ളത് ദൈവം അനുഗ്രഹിക്കും. അവർ ദൈവത്തെ അടുത്തറിഞ്ഞ ജനമാണ് ഇസ്രായേൽ മക്കളെന്ന് പറഞ്ഞാൽ. ദൈവത്തിന് നൽകുന്നതിന് 100 ഇരട്ടി നൽകുവാൻ പ്രാപ്തനാണ് ദൈവമെന്ന് അവർക്കറിയാമായിരുന്നു. നൽകിയാൽ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം ദൈവം ആരുടെയും കടക്കാരനല്ല. ആകയാൽ ദൈവത്തിന് നൽകുന്നതിൽ നാം ഭയം കാണിക്കരുത്, ദൈവത്തിന് നൽകുന്നതിൽ നാം പിശുക്ക് കാണിക്കരുത്. ദൈവത്തിന് നൽകുന്നതിൽ ഔദാര്യമായി നാം നൽകണം, നമ്മുടെ ബെസ്റ്റ് നൽകണം, ആദ്യഫലം ദൈവത്തിന് നൽകണം. മുൻപേ ദൈവരാജ്യവും നീതിയും. ഇത് ദൈവജനത്തിൻ്റെ ഒരു പ്രമാണമാണ്. പുതിയ നിയമകാലത്തും അങ്ങനെ തന്നെയാണ്. നാം ദൈവത്തിന് വേണം ആദ്യം കൊടുക്കാനായിട്ട്, ഒടുവിലല്ല കൊടുക്കേണ്ടത്. ശമ്പളം കിട്ടിയാൽ ഉടനെ ദൈവത്തിൻ്റെ ഓഹരി മാറ്റി വെക്കണം. ചിലവെല്ലാം കഴിഞ്ഞിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിധം ദൈവത്തിന് കൊടുക്കില്ല. അങ്ങനെ ബാധിക്കുന്നതല്ല ദൈവം. ദൈവത്തിൻ്റെ സ്വഭാവം അതല്ല.
നമ്മുടെ ഒന്നുമില്ലായ്മ നാം എല്ലാം നമ്മുടെ സമൃദ്ധിയായി നമുക്ക് വേണ്ടി ചിലവാക്കിയിട്ട് അവസാനം വന്ന് ഇനി ഒന്നുമില്ലല്ലോ, എല്ലാം ഈ മാസം ചിലവായി പോയി, ഇനിയും കർത്താവിന് കൊടുക്കുന്ന കർത്താവിന് എന്തിനാ കാശ് എന്ന് പറയുന്ന മനോഭാവം ശരിയായിരിക്കുന്ന ഒരു മനോഭാവമല്ല. നമുക്ക് ശമ്പളം കിട്ടിയാൽ ആദ്യം ദൈവത്തിൻ്റേത്, നാം നമ്മുടെ കൃഷിഫലം എടുത്താൽ ആദ്യം ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണം. അങ്ങനെ വേണം, നാം കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല ദൈവത്തിന് കൊടുക്കണം. അതൊന്നും മാറ്റിമറിക്കരുത്. ദൈവത്തെ മോഷ്ടിച്ച് നമുക്ക് ധനവാന്മാരാകാൻ സാധ്യമല്ല. ദൈവത്തെ കൊള്ളയടിച്ചിട്ട് നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ സാധ്യമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ മാനിക്കുന്നവരെയാണ് ദൈവം മാനിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രമാണം നമുക്ക് തീർച്ചയായിട്ടും പാലിക്കണം. ദൈവം പറയുന്നതായിരിക്കുന്ന പ്രമാണം. ദൈവത്തിന് നൽകുന്നത് കൊണ്ട് ജീവിതത്തിൽ കുറവുകൾ വരുമെന്നൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തെ അടുത്തറിഞ്ഞവർക്കറിയാം ദൈവത്തിന് നൽകിയത് കൊണ്ട് ആർക്കും കുറവ് വരികയില്ല. കാരണം ദൈവത്തിന് നൽകുന്നതിന് 100 ഇരട്ടി ദൈവം നൽകുവാൻ പ്രാപ്തനാണ്. ഇത് പ്രോസ്പെരിറ്റി ഗോസ്പലൊന്നുമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, 100 ഇരട്ടി കിട്ടാൻ വേണ്ടിയല്ല. അതാണ് മോട്ടിവേഷൻ. വല്ലതും കിട്ടണമെന്ന് വിചാരിച്ച് ചില ആളുകൾ മക്കളെ വളർത്തുന്നതിൻ്റെ ഏക മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വയസ്സെന്ന കാലത്ത് ഞങ്ങളെ അവർ നോക്കണം, അതിനിപ്പം ഞങ്ങൾ അവരെ നോക്കാം. അങ്ങനെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് മിക്കവാറും മക്കളൊന്നും ചെയ്യില്ല പ്രായമാകുമ്പോൾ. എന്നാൽ അങ്ങനെയല്ല, അവരെൻ്റെ കുഞ്ഞുങ്ങളാണ്, ദൈവം എനിക്ക് തന്ന ദാനങ്ങളാണ്. ഞാനവരെ നന്നായി വളർത്തണം, ഞാനവരെ ദൈവവചനം പഠിപ്പിക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അല്ല എൻ്റെ വാർദ്ധക്യത്തിൽ എന്നെ കരുതണമെന്ന് വിചാരിച്ച് കൊടുക്കുകയല്ല. അതിന് ബാങ്കിൽ കാശിട്ടാൽ മതി. അതിന് ബാങ്കിൽ കാശിട്ടാൽ മതി, പരിസ്ഥിതിയിൽ നമുക്ക് കിട്ടും. പലപ്പോഴും നമ്മുടെ മോട്ടിവേഷൻസ് തെറ്റാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആളുകൾ പരിതാപം പറയും, ഞാൻ എൻ്റെ പിള്ളേർക്ക് എല്ലാം കൊടുത്ത് അവരെ വളർത്തിയത്, വയസ്സുന്ന കാലത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് കൊടുത്തത് റബ്ബറിന് വെച്ചിരുന്നെങ്കിൽ, തെങ്ങിനിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ തേങ്ങയിലും കിട്ടിയിരുന്ന് പറയും. മക്കൾക്ക് വരെ തേങ്ങ കിട്ടിയാൽ മതി, എങ്കിൽ അത് ചെയ്യായിരിക്കും നല്ലത്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ആ മനോഭാവം നമുക്ക് ശരിയല്ല. ദൈവത്തിന് നാം കൊടുക്കുന്നത്, ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ പരിപാലിക്കുന്നു, ദൈവം നമുക്ക് ആരോഗ്യം തരുന്നു, ബലം തരുന്നു, ജോലി തരുന്നു, കൃഷി തരുന്നു, അനുഭവം തരുന്നു, മഴ തരുന്നു, വെയിൽ തരുന്നു. ദൈവത്തിന് നാം കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലിയല്ല. പിന്നെ ദൈവമേ, നീ ഞങ്ങളെ ഇത്രയധികം അനുഗ്രഹിച്ചു, എന്താണ് ഞങ്ങൾ നിനക്ക് തരണം? ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റേതാണ്, ഞങ്ങൾക്കുള്ളതെല്ലാം നീ തന്നതാണ്, ഇതെല്ലാം നിൻ്റേതാണ് എന്ന മനോഭാവത്തോടു കൂടെ ദൈവസന്നിധിയിൽ ചെല്ലുകയും ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മെ മാനിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിന് ഔദാര്യമായി കൊടുക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവനാമത്തിന് മഹത്വം.